പി.വി. അൻവർ എം.എൽ.എ സ്ഥാനം രാജിവെച്ചു. നിയമസഭാ ചേംബറിലെത്തി സ്പീക്കർ എൻ ഷംസീറിനെ കണ്ട് രാജിക്കത്ത് കൈമാറി. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന പി.വി. അൻവറിന് മുന്നിൽ അയോഗ്യതാ ഭീഷണിയുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് രാജിവെച്ചിരിക്കുന്നത്. സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ജനപ്രതിനിധി പദവി രാജിവെക്കാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ അയോഗ്യത നേരിടേണ്ടി വരും എന്നാണ് ചട്ടം. എം.എൽ.എ സ്ഥാനം നീക്കിയ കാറിലായിരുന്നു പി.വി. അൻവർ സ്പീക്കറെ കാണാനായി എത്തിയത്. അൻവർ രാജിവെച്ചതോടെ നിലമ്പൂരിൽ 6 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ഈ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫും അൻവറും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് പ്രധാനമാണ്. യു.ഡി.എഫ് പ്രവേശനത്തിനായി അൻവർ പലതവണ ശ്രമിച്ചുവെങ്കിലും മെല്ലെപ്പോക്ക് നയമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഇതിനിടയിലാണ് കാലാവധി തീരാൻ 1.5 വർഷം ബാക്കി നിൽക്കെ അൻവർ എം.എൽ.എ സ്ഥാനം രാജിവെക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അൻവർ തന്നെ മത്സരിക്കാനാണ് സാധ്യത. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി മുന്നോട്ട് വെച്ച നിർദ്ദേശവും ഇതുതന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ രാജ്യസഭാ സീറ്റ് തൃണമൂൽ അൻവറിന് വാഗ്ദാനം ചെയ്തതായും സൂചനയുണ്ട്. അൻവറുമായി സഹകരിക്കാൻ തീരുമാനിച്ചാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് അദ്ദേഹത്തെ പിന്തുണച്ചേക്കും.